പഴയ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്നർത്ഥം. പ്രത്യേകിച്ചും അമിത്ഷായൊക്കെ മാറ്റി നിർത്തുന്ന സ്ഥിതിക്ക് എന്തായാലും മുനയൊടിഞ്ഞ മോനയായി. ഏത് മോദി പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പെട്ടിയിൽ കിടക്കുമ്പോൾ 7 മീറ്റിംഗുകൾ വെച്ചിട്ടുള്ള നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടത്. മുമ്പ് അവഗണിക്കാറായിരുന്നു. പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നില്ല. അത് തയ്യാറായിരുന്നില്ല. ഇനി പത്രസമ്മേളനം വരും. അതാണ് 10 വർഷത്തിനിടയിൽ പത്രക്കാരെ കാണാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി പത്രക്കാരെ കാണേണ്ടി വരും. കാരണം അദ്ദേഹം തന്നെ നോമിനേറ്റഡ് ആണ്. അദ്ദേഹം ഇലക്റ്റഡ് ഒന്നുമല്ല. ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇവർക്ക് വേണ്ടി ചലിക്കുന്ന, ഇവർ സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന, ഇവരുടെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പാവ എന്നതിലപ്പുറം JP നദ്ദ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ്? ഒന്നും ഉണ്ടായിട്ടില്ല. അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അമിത്ഷായാണ് ഇതിന്റെ എല്ലാം കേന്ദ്ര സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെ? അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അമിത്ഷായാണ്. ആ അമിത്ഷായെയാണ് കേന്ദ്ര സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ചലനം നിസ്സാരമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ചലനം BJPയിൽ നിസ്സാരമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ചലനം NDA എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യത്തിൽ നിസ്സാരമല്ല. അത് പിന്നീട് ഏകകക്ഷി ഭരണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് 2014 ആ 2014 മുതൽ 2024 വരെ പോകുന്നതെന്ന് പറയുന്നത് ഒരു ബുൾഡോസർ രാജാണ്. അതിന്റെ സൂചന നമുക്ക് UPയിൽ കാണുന്നത് പ്രത്യക്ഷമായിട്ട് കാണുന്നത് പോലെയല്ല. എന്തുകൊണ്ടാണ് സ്പീക്കർ വേണമെന്ന് പറയുന്നത്? നിർണായകമായ ആവശ്യമാണ് അവരുടെ ഡിമാൻഡ്. കാരണം ഈ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പാർട്ടികളെയെല്ലാം സ്പീക്കർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് പല സംസ്ഥാന നിയമസഭകളിലും ഇന്ത്യൻ പാർലമെന്റിലും ഒക്കെ തന്നെ മറുകണ്ഠം ചാടിച്ചത്. ഈ പാർട്ടികളെ പൊളിച്ചതാണ്. അത് തങ്ങൾക്ക് നേരെ വരുമോ എന്ന് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഭയം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്പീക്കർ പദവി. അതായത് കൂട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ മോദിയും ടീമിനെയും വിശ്വാസമില്ലെന്നേ, ഇപ്പോഴും ഇല്ലെന്നേ. നമസ്കാരം. കഴിഞ്ഞ 10 വർഷമായിട്ട് BJP സർക്കാരിൽ വല്ലാത്ത രീതിയിലേക്ക് ശബ്ദമുയർത്തിയിരുന്ന, വല്ലാത്ത രീതിയിലേക്ക് ആളുകളെ ഒതുക്കിയിരുന്ന ഒരാളാണ് അമിത്ഷാ. അമിത്ഷാക്ക് ഇക്കുറി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാര്യം അമിത്ഷായെ ഒരു കാരണവശാലും ഈ സർക്കാരിൽ ഉൾപ്പെടുത്തരുത്, ആഭ്യന്തരമന്ത്രി ആക്കരുത് എന്ന് പറഞ്ഞ് ശബ്ദങ്ങൾ ഉയരുകയാണ്. എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുള്ള ഒരു പ്രൗഢി ഉണ്ടാവുമോ? അതിനപ്പുറത്തേക്ക് 2-3 പേര് മാറ്റി നിർത്തിയപ്പെടേണ്ട ഒരു അവസ്ഥ ശരിക്കും ഉണ്ട്. അതായത് നദ്ദയുടെ അവസ്ഥ എന്താണ്? അമിത്ഷായുടെ അവസ്ഥ എന്താണ്? നദ്ദ പാവം വെറും ഒരു പാവയല്ലേ? അത് മുമ്പും അങ്ങനെ തന്നെയാണല്ലോ. അദ്ദേഹത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് റോളാണ് ഉണ്ടായിരുന്നത്? എല്ലാം മോദിയും ഷായുമായിരുന്നല്ലോ എല്ലാം നടത്തിയിരുന്നത്. അദ്ദേഹം വെറും ഒരു പാവ. JP നദ്ദയ്ക്ക് എന്ത് റോളാണ് BJPയുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ളത്? കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അദ്ദേഹം തന്നെ നോമിനേറ്റഡ് ആണ്. അദ്ദേഹം ഇലക്റ്റഡ് ഒന്നുമല്ല. ഇവർക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇവർക്ക് വേണ്ടി ചലിക്കുന്ന, ഇവർ സ്വിച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന, ഇവരുടെ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു പാവ എന്നതിലപ്പുറം JP നദ്ദ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്താണ്? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് JP നദ്ദയെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അമിത്ഷായാണ് ഇതിന്റെ എല്ലാം കേന്ദ്ര സ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്, അല്ലെ? അദ്ദേഹമാണ് ഇതിന്റെ എല്ലാം ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് അമിത്ഷായാണ്. ആ അമിത്ഷായെയാണ് കേന്ദ്ര സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഇപ്പോൾ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി ആശ്രയിക്കേണ്ടി വരുന്ന ഘടകകക്ഷികൾ ഈ അമിത്ഷായെ മാറ്റി നിർത്തണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞാൽ, ബാബു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനം നിസ്സാരമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ചലനം BJPയിൽ നിസ്സാരമല്ല. അതുണ്ടാക്കാൻ പോകുന്ന ചലനം NDA എന്ന് പറയുന്ന രാഷ്ട്രീയ സഖ്യത്തിൽ നിസ്സാരമല്ല. അങ്ങനെ നമുക്ക് അതിനെ കാണാം. എന്തുകൊണ്ടായിരിക്കും മിക്കവാറും ഈ ഒരു ഇതില് അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആവരുന്നത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഡിമാൻഡ് ഒന്നും അല്ല? ജനാധിപത്യ സംസ്കൃതിയിലൂടെ പോയ ഏതാണ്ട് 25 കൊല്ലം, ഞാൻ പറയുന്നത് മൾട്ടി പാർട്ടി സംവിധാനത്തിലൂടെ, കോയലീഷൻ പൊളിറ്റിക്സിലൂടെ പോയ ഇന്ത്യക്ക് മറിച്ചൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് അവസരമുണ്ടായത് 2014. നേരത്തെ ഒറ്റകക്ഷി ഭരണം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 25 വർഷങ്ങൾ തുടർന്ന ആ കോalition പൊളിറ്റിക്സ് പിന്നീട് ഏകകക്ഷി ഭരണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് 2014 ആ 2014 മുതൽ 2024 വരെ പോകുന്നതെന്ന് പറയുന്നത് ഒരു ബുൾഡോസർ രാജാണ്. അതിന്റെ സൂചന നമുക്ക് യുപിയിൽ കാണുന്നത് പ്രത്യക്ഷമായിട്ട് കാണുന്നത് പോലെയല്ല. ഇന്ത്യ രാഷ്ട്രീയത്തിൽ ഉടനീളം ആ ബുൾഡോസർ രാജ് പ്രതീകാത്മകമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും. ആ ബുൾഡോസർ രാജ് എന്ന് പറയുന്നത് മുന്നിലൊന്നുമില്ല, മുന്നിലുള്ളതിന് മുഴുവൻ
തള്ളി മാറ്റിക്കൊണ്ട് എന്നോടൊപ്പം ചേരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും കൂട്ടി, എന്നോട് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ തള്ളി മാറ്റിക്കൊണ്ട്, എന്നോട് എതിർക്കുകയാണെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തിക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഫാസിസത്തിന്റെ ഒരു കാഴ്ചപ്പാട്. ആ ഫാസിസത്തിന്റെ കാഴ്ചപ്പാട് പുറത്തേക്ക് നൽകിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണകൂടം കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞത്. അതിന് ഏറ്റവും ശക്തമായിട്ട് പിന്തുണച്ചതും അതിനു വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കിയതും അമിത്ഷായായിരുന്നു എല്ലാ അർത്ഥത്തിലും. അപ്പൊ അങ്ങനെ ഒരു അമിത്ഷായെ ഈ ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞല്ലോ കഥ, അതോടുകൂടി തീർന്നല്ലോ എല്ലാം. എവിടെയൊക്കെ പോയി അത് പ്രതിഫലിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അമിത്ഷാ കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. അവിടെയൊക്കെ ചോദ്യങ്ങൾ ഉയരും. അവിടെയൊക്കെ അടിച്ചമർത്തപ്പെട്ടവർ ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യമുണ്ടാകും. ഭരിക്കാൻ നിവർന്നു നിൽക്കാനുള്ള നട്ടെല്ല് നരേന്ദ്രമോദിക്കില്ല. കാരണം 239 സീറ്റ് മാത്രമാണ് നരേന്ദ്രമോദിയുടെ പാർട്ടിക്കുള്ളത്. ഈ പറയുന്ന ആശ്രയത്തിൽ ഊന്നുവടികളിൽ ഊന്നിക്കൊണ്ട് ക്രച്ചസിൽ നടക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ആ ഗവൺമെന്റിന് ഈ പറയുന്ന തരത്തിൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത ചെയ്തികൾക്ക് മറുപടി കൊടുക്കേണ്ട ബാധ്യത കടന്നു വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ഇപ്പോ എന്താണ് പറയാ, പല കേസുകളും ഒതുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ അമിത്ഷായുടെ മകൻ തന്നെ ഒരു കമ്പനി തട്ടിക്കൂട്ടി കൊറോണ കാലത്ത് അല്ല, ഒറ്റ വർഷം കൊണ്ട് 16,000 ഇരട്ടി അദ്ദേഹത്തിന്റെ മകന്റെ കമ്പനി നിരോധനത്തിന് ശേഷം ഈ സാധനമൊക്കെ പൊങ്ങി വരും. കാര്യം സ്വന്തമായിട്ടുള്ള രീതിയിലേക്ക് ഒരു ഭരണം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പവർ ഉണ്ടെങ്കിൽ മാത്രമാണ് കുടുംബത്തെ പിടിച്ചു നിർത്താൻ കഴിയാന്നുള്ള ഒറ്റ ഉദാഹരണം പറയാലോ. ഈ ഗവൺമെന്റ് സ്വിയറിംഗ് നടന്നിട്ടില്ലല്ലോ, ചുമതല ഏറ്റെടുക്കൽ നടന്നിട്ടില്ല. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി ഇന്നലെ അതിശക്തമായിട്ട് ആഞ്ഞടിച്ചു. നിങ്ങൾ കണ്ടോ? മുമ്പ് രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറയുമ്പോൾ BJP നേതാക്കൾ പരിഹസിച്ച് പുച്ഛത്തോടുകൂടി പറയുന്നതല്ല ഇന്നലെ കണ്ടത്. ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. വസ്തുതാപരമായി അതിനെ ഖണ്ഡിക്കാൻ പോലും പീയൂഷ് ഗോയലിന് കഴിയുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കും. അയാൾ പറഞ്ഞത് എന്തോ എന്നുള്ളതല്ല, അതായത് പ്രതിപക്ഷത്തു നിന്ന് വരുന്ന ഒരു ശബ്ദത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കേണ്ട ബാധ്യതയിലേക്ക് ഭരണപക്ഷം വരുന്നു. മുമ്പ് അവഗണിക്കാറായിരുന്നു. പാർലമെന്റിൽ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിരുന്നില്ല. അത് തയ്യാറായിരുന്നില്ല. ഇനി പത്രസമ്മേളനം വരും. അതാണ് 10 വർഷത്തിനിടയിൽ പത്രക്കാരെ കാണാത്ത ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. പത്രക്കാരെ കാണേണ്ടി വരും. കാരണം നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് 3.0 ഗവൺമെന്റിന് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായാണ് നമ്മൾ അമിത്ഷായെ കേന്ദ്രമന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഇല്ലാത്ത അവസ്ഥ നരേന്ദ്രമോദിയെ നോക്കി വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ച നമുക്ക് കാണാം. തീർച്ചയായും അമിത്ഷാ എന്നുള്ള വ്യക്തിക്ക് ശരിക്കും നല്ല രീതിയിലേക്ക് തന്നെയാണ് BJP സർക്കാർ പവർ കൊടുത്തിരുന്നത്. ആ പവറൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അമിത്ഷാ ഭരണത്തിലെ ഇടപെടരുത് എന്നുള്ള രീതിയിലേക്കാണ് ആഭ്യന്തരം കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇടപെട്ടാൽ ശരിക്കും തിരിച്ച് ഇവരുടെ ഭാഗത്ത് നിന്ന് അത് മുൻപ് താങ്കൾ പറഞ്ഞ പോലെ അൽഷിമേഷ്യസ് എന്നുള്ള ഒരു രോഗം ഇല്ലെങ്കിൽ പഴയ കാലത്ത് ചാക്കിട്ട് പിടിച്ചില്ലേ. അതെ, 6 രാജ്യസഭാ അംഗങ്ങളെ മറുകണ്ഠം ചാടി. അന്ന് അദ്ദേഹം ദുർബലനായിരുന്നു. അന്ന് ചന്ദ്രബാബു നായിഡു ദുർബലനാണ്. ഭരണം പോയി, ആന്ധ്രയിൽ സൈഡ് ലൈൻഡായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ആ രാജ്യസഭാ അംഗങ്ങളെ മറുകണ്ഠം ചാടിച്ച അനുഭവം ചന്ദ്രബാബു നായിഡുവിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് അവർ സ്പീക്കർ വേണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സ്പീക്കർ വേണമെന്ന് പറയുന്നത്? നിർണായകമായ ആവശ്യമാണ് അവരുടെ ഡിമാൻഡ്. കാരണം ഈ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ പറയുന്ന പാർട്ടികളെല്ലാം സ്പീക്കർമാരെ ഉപയോഗിച്ചുകൊണ്ടാണ് പല സംസ്ഥാന നിയമസഭകളിലും ഇന്ത്യൻ പാർലമെന്റിലും ഒക്കെ തന്നെ മറുകണ്ഠം ചാടിച്ചത്. കാരണം സ്പീക്കറാണല്ലോ തീരുമാനിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം ബാധകമാണോ അല്ലേ എന്നൊക്കെ ഈ സ്പീക്കർക്കാണ് റോള് വരുന്നത്. അപ്പൊ അദ്ദേഹം തീരുമാനിക്കുന്നതിനനുസരിച്ചായിരിക്കും. 2 പാർട്ടികളെ പൊളിച്ചു കളഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടല്ലോ, ആ പാർട്ടികളെ ബീജാവാപം ചെയ്ത, ആ പാർട്ടികളെ ഉണ്ടാക്കിയ നേതാക്കന്മാർ അനാഥകളാവുകയും അതിനെ പൊളിച്ചു കൊണ്ടുപോയി പണം കൊടുത്ത് വാങ്ങിയ ആളുകൾ അതിന്റെ കാര്യക്കാരാവുകയും ചെയ്തതിന്റെ അടിസ്ഥാനം എങ്ങനെയാണെന്നറിയോ? ഇതേ സ്പീക്കർമാർ ഉപയോഗിച്ച്, ഇതേ ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ പാർട്ടികളെ പൊളിച്ചതാണ്. അത് തങ്ങൾക്ക് നേരെ വരുമോ എന്ന് നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ഭയം ഉണ്ടാവും. അതുകൊണ്ടാണ് സ്പീക്കർ പദവി. അതായത് കൂട്ടത്തിലിരിക്കുന്ന ആളുകൾക്ക് തന്നെ കൂട്ടത്തിലുള്ള ആളുകളെ മോദിയും ടീമിനെയും വിശ്വാസമില്ലെന്നേ, ഇപ്പോഴും ഇല്ലെന്നേ. ഞാനതാ ചോദിച്ചത്. സത്യപ്രതിജ്ഞ തീയതി ഇന്ത്യയിലെ ഒരു പൗരനാണല്ലോ ബാബു ഒരു പൗരനാണ്, ഞാനും ഒരു പൗരനാണ്. എന്നാ സത്യപ്രതിജ്ഞ ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് പറയാൻ പറ്റുമോ? എന്നാ ഇന്ത്യയിലെ 3.0 മോദി ഗവൺമെന്റ് പിന്നെ സ്വയറിംഗ് ഇൻ സെറിമണി പേടിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാര്യം പഴയ പരിപാടികളൊന്നും ഇനി നടക്കില്ല എന്നർത്ഥം. പ്രത്യേകിച്ചും അമിത്ഷായൊക്കെ മാറ്റി നിർത്തുന്ന സ്ഥിതിക്ക് എന്തായാലും മുനയൊടിഞ്ഞ മോനയായി. ഏത് മോദി? പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പെട്ടിയിൽ കിടക്കുമ്പോൾ 7 മീറ്റിങ്ങുകൾ വെച്ചിട്ടുള്ള
പിന്നെ നരേന്ദ്രമോദിയാണ് നമ്മൾ കണ്ടത്. ഗവൺമെന്റ് ഞങ്ങളുടെ തന്നെ 7 മീറ്റിങ്ങുകൾ അദ്ദേഹം ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മേളനങ്ങളിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഞാൻ തന്നെയാണ് പോവുക എന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രിയാണ്. എവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് തീരുമാനിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നു, അനിശ്ചിതത്വം തുടങ്ങിക്കഴിഞ്ഞു. ആ അനിശ്ചിതത്വം തുടരും. ആ അനിശ്ചിതത്വത്തിന്റെ ഭാഗമായി നേരത്തെ കണ്ടതിൻ്റെയൊക്കെ മറിച്ചുള്ള അതിനൊക്കെയുള്ള തിരിച്ചടിയും വൈകാതെ പ്രത്യക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.